ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഇവിടെയും സുഖമാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ രീതിയിലുള്ള വെണ്ടക്ക കറിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ 10-15 മിനിറ്റ് കൊണ്ടൊക്കെ വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക കറിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും പിന്നെ 10 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ട്ടോ. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ മുറിച്ച് വെച്ച വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വെണ്ടക്ക നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. എല്ലാ വെണ്ടക്കയും ഇതുപോലെ ചട്ടിയിൽ തട്ടുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. വെണ്ടക്കയിലെ വഴുവഴുപ്പ് പോകാനും കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. വെണ്ടക്ക ഇങ്ങനെ വാട്ടിയെടുക്കാതെ കറി വെച്ചാൽ വെണ്ടക്കൻ്റെ കറിക്ക് ഒരു വഴുവഴുപ്പായിരിക്കും ഉണ്ടാകുക. അപ്പം കറിക്ക് അങ്ങനെ വഴുവഴുപ്പില്ലാതെ നിൽക്കാനും പിന്നെ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റും ഉണ്ടാവും ഇങ്ങനെ വാട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പം നമ്മളെ വെണ്ടക്ക ഇവിടെ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. പച്ചമുളകിന്റെ അളവ് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പച്ചമുളകിന്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. ഇനി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. സാലഡിന്റെ ഒക്കെ പച്ചമണം നന്നായിട്ട് ഒന്ന് പോണത് വരെ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇനി കുറച്ച് തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്, അതുകൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി പാകത്തിന് പുളിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ വാട്ടി വെച്ച വെണ്ടക്ക കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെണ്ടക്ക നന്നായിട്ട് കറിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായതിനു ശേഷം കറിയിലേക്ക് ഒഴിക്കുക. ഇപ്പൊ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിലും നല്ല വെറൈറ്റി വീഡിയോസുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.